വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാൻ. വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാൻ. ഒഴികെ ഞങ്ങൾക്കോ സുരലോകയാറുള്ളൂ ജീവനാഥ. ഒഴികെ ഞങ്ങൾക്കോ സുരലോകയാറുള്ളൂ ജീവനാഥ. നീയൊഴികെ ഈഹത്തിൽ ആരുമില്ല ഗ്രഹിപ്പാൻ പരനെ. നീയൊഴികെ ഈഹത്തിൽ ആരുമില്ല ഗ്രഹിപ്പാൻ പരനെ. വന്ദനമേശുപര നിനക്കെന്നും വന്ദനമേശുപര. വന്ദനമേശുപര നിനക്കെന്നും വന്ദനമേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാൻ. വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാൻ. സ്തോത്രം. നീ പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് നോക്കാനും കർത്താവിനോട് പ്രാർത്ഥിക്കുവാനും പാടുവാനും അവിടുത്തെ വചനം നമുക്ക് ക്രമീകരിക്കുന്നുവല്ലോ. നമുക്ക് 1-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന കീർത്തനമാണ്. അവിടെ എഴുതിയിരിക്കുന്ന യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദൈവത്തിന്റെ വചനത്തിൽ ഇടയന്മാരുണ്ട്. അവരുടെ പിന്നാലെ അവർ മേയിക്കുന്നത് നമ്മൾ ലോകത്തിൽ കണ്ടിട്ടുള്ള മൃഗങ്ങളായ ആടുകളെയാണ്. എന്നാൽ മനുഷ്യരെ മേയിക്കുന്ന ഇടയൻ എന്ന് പറയുന്നത് യഥാർത്ഥ ദൈവമാണ്. ആ ഇടയൻ അവരെ മേയിച്ച് കൊണ്ടുപോകുന്നത് താൻ ഇരിക്കുന്ന ഇടമായ സ്വർഗീയ സീമയിലേക്കാണ്. എന്നാൽ അതുപോലെ മറ്റൊരു ഇടയൻ ഈ ലോകത്തിലുണ്ട്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നതുപോലെ മൃത്യു മേയിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, അതായത് മരണം മേയിക്കുന്ന ജനങ്ങൾ, അവരെ കൊണ്ടുപോകുന്നത് പാതാളത്തിലേക്കാണ്. ഇങ്ങനെ രണ്ടിടയന്മാരാണ് നമ്മൾ ലോകത്തിൽ ആയിട്ട് പഠിക്കുന്നത്. എന്നാൽ നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ്, ആടുകളുടെ വലിയ ഇടയനാകുന്നു യേശു. മേയിച്ച് സ്വർഗീയ സീമയിലെത്തി. ആകട്ടെ മരണമാകുന്ന ഇടയനാകട്ടെ അവരുടെ ജനത്തെ മേയിച്ച് ഇടയായിത്തീർന്നു. വീണ്ടും നമ്മൾ പഠിക്കുന്നു, ആരെയാണ് മേയിക്കുന്നത്? ഇടയന്റെ പിന്നാലെ പോകുന്ന ആരാണ്? നാം ഇതായി പ്രഭാതത്തിൽ എഴുന്നേറ്റിരിക്കുന്നു. നമ്മൾ ഉപജീവനത്തിനും മറ്റു പല കാര്യങ്ങൾക്കുമായി പുറപ്പെട്ടു പോകേണ്ടി വരുന്നു. എന്നാൽ കർത്താവിന്റെ ഈ ജീവിതം നയിക്കാൻ ആകും. ലോകത്ത് നിന്ന് നമുക്ക് രാവിലെ ജോലിക്ക് പോകണം, നമുക്ക് ഉപജീവനത്തിലുള്ള മാർഗം അന്വേഷിക്കണം, പഠിക്കണം, ഭക്ഷിക്കണം, വിവിധ കാര്യങ്ങളിൽ ഏർപ്പെടണം. ഇതാകുന്നതിനാണോ നമ്മളെ കർത്താവ് മേയിക്കുന്നത്? നമുക്ക് വിവിധ കാര്യങ്ങളിൽ ഏർപ്പെടാനും അല്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം മേയിക്കുന്നത് ആത്മാക്കളെയാണ്. ആത്മാക്കളുടെ ഇടയനാകുന്ന കർത്താവ് ദൈവത്തിന്റെ വചനം. നമ്മുടെ പ്രാണൻ നോക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ മൃഗങ്ങൾക്കില്ലാത്ത ഒന്നും നമ്മുടെ ഉള്ളിലെ അന്തരാത്മാവാണ്, അല്ലെങ്കിൽ പ്രാണനാണ്. ഈ പ്രാണനെയാണ് നാളെ ശരീരം വിട്ടുകഴിഞ്ഞാൽ
ഇടയൻ എത്തിക്കുന്നു. പിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് അതിയായ കാംക്ഷയുണ്ട്. നാം എല്ലാവരും സകല ഭൂവാസികളുടെയും വഴിയായി ഈ ശരീരം വിട്ടു പോകണം, ഈ ലോകം വിട്ടു പോകണം. അത് വ്യവസ്ഥയാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഈ ശരീരം അങ്ങ് വിടുമ്പോഴാണ് ആരാണ് ഇടയൻ എന്ന് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ ഇടയന്റെ മാഹാത്മ്യം എന്തെന്ന് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ ഇടയന്റെ പ്രവൃത്തി എന്തെന്ന് മനസ്സിലാകുന്നു. കാരണം അനേകരെ പാതാളത്തിലേക്ക് കൊണ്ടുപോകും. ഇടയൻ ശരീരം വിട്ടു കഴിയുമ്പോൾ യാതൊരു തരത്തിലും അക്ഷയമായി ഭയമില്ലാതെ വെളിച്ചത്തിൽ നമ്മുടെ അവകാശത്തിലേക്ക് സ്തെഫാനോസ് ഉയരത്തിലേക്ക് നോക്കി. യേശു, അതായത് ഇടയൻ മഹിമയുടെ വലത്തുഭാഗം, ദൈവത്തിന്റെ വലത്തുഭാഗം എഴുന്നേറ്റ് നിൽക്കുന്നത് തയ്യാറായിരിക്കുകയാണ് ഇടയൻ. എല്ലാവരുടെയും ജീവിതത്തിൽ നിലവിളിയുടെ സന്ദർഭം ഉയരുമ്പോൾ വേദനയുടെയും കഷ്ടതയുടെയും എന്ത് ചെയ്യും എന്നുള്ള നിലയിൽ ആ ചുറ്റുമുള്ള ആളുകൾ കൂടി സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഒരുമിച്ച് കൂടുമ്പോൾ സ്തെഫാനോസ് ഉയരത്തിലേക്ക് നോക്കി. ഇടയൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ശരീരം ഇന്ന് ഇപ്പോൾ തന്നെ ഉടഞ്ഞ് കല്ലെറിഞ്ഞ് അവർ കൊന്ന് ഈ ഭൂമിയിൽ ഒഴിച്ചു മൂടും. എന്നാൽ ഇടയൻ എഴുന്നേറ്റു. ശരീരത്തെ കൊണ്ടുപോകാനല്ല, അത് പിന്നീട്. എന്നാൽ ആത്മാക്കളുടെ ഇടയനായവൻ എഴുന്നേറ്റു. സ്തെഫാനോസ് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഇടയൻ ഇത്രയും കാലം മേയിച്ചു നടന്ന ആത്മാവിനെ കൈക്കൊള്ളണമേ. സന്തോഷപൂർവം ശരീരം അവർ കല്ലെറിഞ്ഞു കൊന്ന് അവിടെ വീണപ്പോൾ ഇടയന്റെ പിന്നാലെ ആ ആത്മാവ്, ഒരാട്, അനുസരണമുള്ള ഒരാട്, ശബ്ദം കേട്ട് പിൻഗമിക്കുന്ന ആട്, ഇടയന്റെ പിന്നാലെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി പോകുന്നതോടെ സ്തെഫാനോസിന്റെ ആത്മാവ് ഒരാട് എന്ന നിലയിൽ ഇടയന്റെ പിന്നാലെ പോയി നിന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇടയനോടുകൂടെ വിശ്രമിക്കും. ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് അതിയായ കാംക്ഷയുണ്ട്. നമുക്കിന്ന് നേരിടാനുള്ള വിഷയങ്ങൾ എന്തെല്ലാം നാം അറിയുന്നില്ല. പൽക്കാലം മുഴുവനും നമുക്ക് വിവിധമായ കാര്യങ്ങൾക്ക് നമുക്ക് പോകേണ്ടതുണ്ട്, ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾ ഏർപ്പെടേണ്ട കാര്യങ്ങളുണ്ട്, ശരീരത്തിന് സൗഖ്യമില്ലാത്ത വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ശരി തന്നെ. പക്ഷേ അപ്പോഴും നമ്മുടെ ഇടയൻ നമ്മുടെ പ്രാണനെ നോക്കിക്കൊണ്ട് നമ്മുടെ ആത്മാവിനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നമുക്കറിയാം, ഒരു ദിവസമുണ്ട്. ആ ദിവസം സകല മനുഷ്യരും ലോകജാതികൾ മുഴുവനും വിലപിക്കുന്ന ആ ദിവസം നാം ആർത്തിച്ച് നമുക്ക് ഇടയന്റെ പിന്നാലെ പോകാനുള്ള ദിവസമാണ്. അന്നാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ഇടയന്റെ വില. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ മുറുകെ പിടിക്കാം, നമ്മുടെ ഇടയനെ മുറുകെ പിടിക്കാം. എനിക്ക് മുട്ടുണ്ടാകുകയില്ല, മുട്ടുണ്ടാക്കാൻ ശത്രുവിന് സാധിക്കുകയുമില്ല. കാരണം എന്റെ ഇടയൻ യേശുവാണ്. അവൻ എന്റെ പ്രാണനെ പരിപാലിക്കുന്നു. അവൻ ഇരിക്കുന്നിടത്ത് എന്നെ എത്തിക്കുക തന്നെ ചെയ്യും. വരുവീൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. വരുവീൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. വരുവീൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവീൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവീൻ യേശുവിനരികിൽ, നല്ലവൻ താൻ രുചിച്ചറിയിൽ. വരുവീൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം. ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം.
അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോർ വില നാം അന്നാളറിയും. ലോകം വെറുത്തോർ വില നാം അന്നാളറിയും. യേശുവിനരികിൽ നല്ലവൻ താൻ രുചിച്ചറിയും. വരുവീൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. യേശുവേ, ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു തള്ളി ചെയ്ത കർത്താവ് ഞങ്ങളെ ഇന്നും പരിപാലിപ്പാൻ ഈ പ്രഭാതത്തിൽ കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം. ഇതാ ഞങ്ങൾക്ക് പുതിയൊരു ജീവിതം, പുതിയൊരു പ്രഭാതം കർത്താവെ ഞങ്ങൾക്ക് നൽകി തന്നു. രാവിലെ തോറും പുതിയതായിരിക്കുന്ന കർത്താവിന്റെ ദയ ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് സ്തോത്രം. തന്റെ മക്കളെ ഓർക്കുമാറാകണമേ കർത്താവെ. കർത്താവിന്റെ നാമത്തിൽ ദൈവമേ, ദൈവിക പ്രത്യാശയിൽ ആ മഹാദൈവത്തെ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയനായി ഞങ്ങളോടൊപ്പം ഇരിക്കുമാറാകണം. ഒരിക്കലും ഞങ്ങൾ പിന്മാറാനോ കർത്താവ് ഞങ്ങൾ വിട്ട് മാറുവാനോ കർത്താവ് ഞങ്ങൾ തമ്മിൽ ഭിന്നത വരുവാനോ സമ്മതിക്കല്ലേ പിതാവേ. അനുഗ്രഹിക്കണമേ. നന്മകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ക്രിസ്തുവേശ്വരന്മായ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവും പ്രിയ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നമ്മെ അവരോടും വിശേഷാൽ ഈ പകൽക്കാലവും തുടർന്നുള്ള ജീവിതത്തിലും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.